അങ്ങനെ തുടങ്ങിയ 100 കൂട്ടം വിഷയങ്ങളാണ് ഓരോരുത്തരും പറഞ്ഞു വിളിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെയും പേര് പറയാ എന്നുള്ളത് ഉസ്താദിനൊരു പ്രയാസമാണ്. കാരണം എന്തെന്നാൽ 100 കണക്കിന് ആളുകളാ വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പ്രാർത്ഥന എനിക്കറിയാം, എല്ലാം അറിയുന്ന അല്ലാഹുവാണ്, അവനോട് പേര് പറയേണ്ട ആവശ്യമില്ല. പൊന്നാര റബ്ബേ, കരുണക്കടനായ അല്ലാഹ്, എന്റെ ഉമ്മമാരെ, നൂറെ ജമീറിലെ കുടുംബാംഗങ്ങളെ ആരും വിഷമിക്കണ്ട. ഉസ്താദ് എന്റെ കാര്യം ദുആ ചെയ്യുന്നില്ലല്ലോ. വല്ലാഹി ഞാൻ എന്റെ ഹദീസ് ഞാൻ പറയാൻ പോകുകയാണല്ലോ. ആ പറയാൻ പോകുന്ന ഹദീസ് പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഈ വിശുദ്ധമായ പള്ളിയിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും ഞാൻ ഒരു തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലോ. അത് എനിക്ക് മഹാനായ ശൈഖുനാ വാവാട് ഉസ്താദ് തന്നതാണ്. ആ അസ്മാഉൽ ഹുസ്ന കഴിഞ്ഞാൽ ഞാൻ എന്റെ വിഷയം പറയാറില്ല. വല്ലാഹിയാണ്, ഞാൻ പറയാറുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്. പടച്ചവനെ, എന്റെ നൂറെ ജമീർ കുടുംബത്തിൽപ്പെട്ട എന്റെ കുടുംബാംഗങ്ങളിൽ പലരും വിഷമത്തിലാണ്, പലരും സങ്കടത്തിലാണ്, പല ആളുകളും പല വേദനാദികളിലാണ്. പടച്ചവനെ, അവരുടെ പ്രയാസം തീർക്കാൻ എന്നെ കൊണ്ടൊന്നും സാധിക്കൂല. പടച്ചതമ്പുരാനെ, അല്ലാഹുവേ, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പടച്ചവനെ, അവരുടെ വിഷമം തീർക്കാൻ നീയല്ലാതെ വേറൊരാളുമില്ല. ഈ അസ്മാഉൽ ഹുസ്നന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ നൂറെ ജമീർ കുടുംബത്തിൽപ്പെട്ട എല്ലാവരുടെയും വിഷമങ്ങള്, എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഓരോരുത്തരുടെയും വിഷമങ്ങള് എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണോ മജ്‌ലിസിൽ അവരിയ്ക്കുന്നത്, അവരുടെ ആഗ്രഹം നീ പൂർത്തീകരിക്കണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യാതെ ഒരു ഫർള് നിസ്കാരവും എനിക്ക് ഇപ്പോൾ കഴിയാറില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. പടച്ചവനെ, നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ ഉപ്പമാര്, എല്ലാ ഉമ്മമാര്, അവരുടെ എല്ലാവരുടെയും വിഷമങ്ങള്, എല്ലാവരുടെയും പ്രയാസങ്ങള് നീ തീർക്കണേ തമ്പുരാനെ. ഇസ്സത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്തില് പരിപൂർണ മുഅ്മിനായി മരണപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉസ്താദുമാര്, ഞങ്ങളെ ഉപ്പമാര്, നേട്ടാനുജന്മാര്, കുടുംബങ്ങൾ, ബന്ധുക്കൾ, അയൽവാസികള് എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ മിസ്ല് സവാബ് എത്തിക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. പടച്ചവൻ, ഈ കൂട്ടായ്മ കരുണക്കടലായ അല്ലാഹുവേ, ഖാജാ തങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ ശുദ്ധമായ മഹ്ശറ വൻസബയിലെ ഖാജാ തങ്ങളെ കാണുമ്പോ ഖാജാ തങ്ങളെ കൈ പിടിച്ച്, ഖാജാ, ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതുന്നവരാണ്, നിങ്ങളുടെ പേരിൽ ഞങ്ങൾ കുടുംബമായവരാണ്, ഞങ്ങൾക്ക് ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണോ, നിങ്ങളുടെ വല്ലിപ്പയായ ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് വാങ്ങിത്തരണം എന്ന് ഖാജാ തങ്ങളെ കൈ പിടിച്ച് ഹബീബിന്റെ ശഫാഅത്തും വാങ്ങിയിട്ട് ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണോ. എന്നിട്ട് ഖാജാ തങ്ങളോടുകൂടെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയാൻ, ആഹ്ലാദത്തോടെ കഴിയാൻ നമുക്ക് തൗഫീഖ് വേണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഈ നൂറെ ജമീറിന്റെ ഖാദിമീങ്ങളായിട്ട് പലരുമുണ്ട്. അവർക്കൊക്കെ നീ ഖൈറ് കൊടുക്കണേ തമ്പുരാനെ, റാഹത്ത് നൽകണേ അല്ലാഹുവേ. അതേപോലെ തന്നെ നൂറെ ജമീറിന്റെ ലിങ്ക് കിട്ടുമ്പോൾ ഗ്രൂപ്പുകളിലേക്ക്, അയൽവാസികളിലേക്ക്, തന്റെ സഹോദരി സഹോദരന്മാർ എല്ലാവരിലേക്കും അയച്ചു കൊടുത്തുകൊണ്ട്, എടിയേ, ഹബീബാ നബി തങ്ങൾ ചൊല്ലിയ ദിക്റാണ്, ഇതൊന്ന് ചൊല്ലി നോക്ക്, എന്തോ ഒരു റാഹത്താണെന്നറിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിക്റ് ചൊല്ലിപ്പിക്കുന്ന ഒരുപാട് ഉപ്പമാരുമ്മമാര്. അൽഹംദുലില്ലാഹ്, ഞാൻ പറഞ്ഞല്ലോ, എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ കഥ പറയാറുണ്ടല്ലോ, ഉസ്താദേ, ഞാൻ എന്റെ ഉദ്ദേശം പൂർത്തിയാവാൻ ചെയ്യാറുള്ളത്, എന്റെ ഉദ്ദേശം മനസ്സിൽ വെച്ച്
ഒരു 25ഓളം വരുന്ന ആളുകളിലേക്ക് ഞാനിത് ഷെയർ ചെയ്ത് കൊടുക്കും. ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കും. രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്‌ലിസാണ്. ഒന്ന് പങ്കെടുക്കണമെന്ന് പറയും ഞാൻ അവരോട്. ഉസ്താദെ 25 പേരിലേക്ക് അയച്ചു കൊടുക്കുമ്പോ ഒരു 2 ആളെങ്കിലും ആ ദിക്റിൽ പങ്കെടുക്കുമല്ലോ. അങ്ങനെ പങ്കെടുത്താൽ അതിന്റെ കൂടെ സവാബ് എനിക്ക് ലഭിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിന് ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീങ്ങൾ എല്ലാവരിലേക്കും ആരുടെ കാരണത്താലാണോ ഈ ദിക്ർ ചെല്ലുന്നത് അവരിലേക്കും ഇതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി ഒരു ഹദീസ് വായിക്കും. അതിനുശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലും. അതിനുശേഷം ദുആക്ക് എഴുതി കൊണ്ടുവന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ദുആ ഒന്ന് വായിക്കും. എന്നിട്ട് ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ തീർക്കണേ അല്ലാഹുവേ. എന്റെ ഉമ്മമാരെ, എന്നിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലി പിരിയാം. 8 മണിയാകുമ്പോ കൃത്യം 8 മണിക്ക് നമ്മൾക്ക് ഓഫ് ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇന്നത്തെ ഹദീസ് ഇതാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ അദ്കാർ ഇതായിരിക്കും നമ്മുടെ ഷെഡ്യൂള്. അതായത് രാവിലെ തന്നെ നമ്മൾ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ, അത് കഴിഞ്ഞാൽ നബിതങ്ങളുടെ മേലുള്ള സ്വലാത്ത്, നബിതങ്ങൾക്ക് സ്വലാം പറയുക, അത് കഴിഞ്ഞാൽ നബിതങ്ങളെ മൗലിദ് ഓതുക, അത് കഴിഞ്ഞാൽ അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അദ്കാറു സ്വബാഹ് ചൊല്ലിയിട്ട് പ്രാർത്ഥന നടത്തുക. അതിനുശേഷം 2-3 ഹദീസ് വായിക്കുക. അതിനുശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അതിനുശേഷം ദുആ കൊണ്ടേൽപ്പിച്ചവരുടെ ദുആ ലിസ്റ്റ് വായിക്കുക. എന്നതിന് ശേഷം സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു തീർത്തു തരട്ടെ. ഇന്നലെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗം ഇന്ന് പറയുകയാണ്. അതായത് അല്ലാഹുവിന്റെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണം, വളരെ പോയിന്റ് ഉള്ള ഒരു ഹദീസാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് റവാഹു അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസുമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് വഅബീ തൽഹത റളിയല്ലാഹു അൻഹു, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. യഖൂലാനി, രണ്ടുപേരും പറയുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും പറയാൻ, ഒരു ദിവസം ഹബീബാ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ പറഞ്ഞു? അതായത് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ അപ്പുറത്ത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആ വഷളത്തിലായിക്കൊണ്ടിരിക്കുന്ന മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യനെ നമ്മളും കൂടെ വഷളത്തിലാക്കിയാൽ അല്ലാഹു നമ്മൾ വിജയിക്കണമെന്ന് കരുതിയ സ്ഥലത്തിൽ അല്ലാഹു അടിച്ച് വഷളത്തരത്തിലാക്കും. തിരിഞ്ഞിട്ടില്ല. ഹദീസ് ഞാൻ വായിക്കാം. മാ മിൻ ഇംറിഇൻ യഖ്ദുലു ഇംറഅൻ മുസ്ലിമൻ ഫീ മൗളിഇൻ യുൻതഖു ഫീഹി ഹുർമതുഹു വയുൻതഖസു ഫീഹി മിൻ ഇർലിഹി ഇല്ലാ ഖദലഹു അല്ലാഹു ഫീ മൗതിനിൻ യുഹിബ്ബു ഫീഹി നുസ്റതഹു. അതാണ് ഹദീസ്. അതായത് സപ്പോസ് ഉദാഹരണം പറഞ്ഞാൽ, ഷഫീഹിനെ അപ്പുറത്ത് നിന്ന് ആളുകൾ വഷളാക്കാണ്. അപ്പൊ ഷഫീ ആഗ്രഹിക്കുന്നത് എന്താണ്? പടച്ചോൻ എന്റെ ഈ വഷളത്തരം പടച്ചോൻ എനിക്ക് തീർത്ത് തരണേ റബ്ബേ. അതല്ലേ ഷഫീന്റെ ആഗ്രഹം ഉണ്ടാകുക. ഷഫീനെ നാട്ടുകാർ മുഴുവനും ഓൻ പെങ്കോന്തനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഓൻ അങ്ങോട്ട് പോയത് ഞാൻ കണ്ടിട്ടുണ്ട്, ഓൻ ഇങ്ങോട്ട് കയറി, ഓൻ അങ്ങോട്ട് എത്തിപ്പാളിയത് നോക്കിയ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഷഫീഖിനെ നാട്ടുകാർ മുഴുവനും എന്താക്കുകയാണ്? ആക്ഷേപിക്കുകയാണ്. പക്ഷെ ഷഫീ ഒരു സാധുവാണ്, അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഷഫീഖിനെ എല്ലാവരും ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ ഷഫീഖ്, പടച്ചോനെ ഞാൻ ചെയ്യാത്ത തെറ്റാണല്ലോ റബ്ബേ ഈ ജനങ്ങളൊക്കെ പറയണത്, റഹ്മാനായ റബ്ബേ എന്നൊന്ന് സഹായിക്കണേ അല്ലാഹുവേ എന്നിങ്ങനെ ഷഫീഖ് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെല്ലണത്. അവന്റെ വീഡിയോ ക്യാമറമാനാണ്, ഷഫീഖാണ്. പടച്ചോനെ ഓനെല്ലാവരും പ്രയാസപ്പെടുത്താണ്. അപ്പൊ ഞാനിങ്ങനെ ചെന്നിട്ട് ഞാൻ ഷഫീഖിനെ കണ്ടപ്പോ ആൾക്കാരോട് ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം? ഇവന് അപ്പുറത്തെ ചുമരിന്റെ മോൾ കൂടെ എത്തിപ്പാളി നോക്കി ഞാൻ കണ്ടിട്ടുണ്ട്. ഷഫീഖ് പറയണ, ഇല്ല ഉസ്താദേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല.
അപ്പൊ ഞാൻ നാട്ടുകാരോട് പറയാണ്, ഓൻ അങ്ങനെ തന്നെയാണ്, ഓൻ അങ്ങനെ തന്നെ. ഓൻ മാത്രല്ല, ഓന്റെ വാപ്പാനിക്കറിയ വാപ്പി അങ്ങനെയാണ്. പടച്ചോനെ, സാധുക്കളായ ഒരു നല്ല കുടുംബത്തിനെ അങ്ങനെ ആക്ഷേപിച്ച് അവൻ അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെന്ന് കൊതിക്കുന്ന സമയത്തിൽ ഞാനും കൂടെ പോയിട്ട് എന്താക്കി, അതിലേക്ക് കുറച്ചും കൂടെ മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തു. അങ്ങനല്ലേ എന്തായാലും പറയല്, കത്തുന്ന തീയിൽ മണ്ണെണ്ണ ഒഴിക്കാൻ. അങ്ങനെ ഒഴിച്ച് അതങ്ങട്ട് കത്തിച്ച്, എന്നാൽ അതും കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ വലിയുദ്ദീൻ ഫൈലി, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്കും അങ്ങനെ ഒരു ഗതികേടുള്ള സമയം അല്ലാഹു തരും. എന്നിട്ട് പടച്ചതമ്പുരാൻ ആളുകളെ കൊണ്ട് നിങ്ങളെയും അല്ലാഹു നിസ്സാരമാക്കുന്നതാണ്. സൂക്ഷിച്ചു വെച്ചോ. ഇത് ഹബീബ നബി തങ്ങൾ പറഞ്ഞതാ, നബി പറഞ്ഞതാണ്. ഒരാളെ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ ഓർത്ത് വെച്ചോ, കടമാണത്, തിരിച്ച് റബ്ബ് തരും. റബ്ബ് തരും ദുന്യാവെന്ന്. മരിക്കണതിന് മുമ്പ് നമ്മളും വഷളത്തരത്തിലാവും. ഒരു മനുഷ്യനെയും നമ്മൾ വഷളത്തരത്തിലാക്കാൻ പാടില്ല. ഇനി തെറ്റുകൾ ചെയ്തു പോയാലും മനുഷ്യനല്ലേ, തെറ്റുകൾ വരുമല്ലോ. തെറ്റില്ലാത്ത ആരുള്ളത്? അമ്പിയാക്കന്മാർക്ക് തെറ്റുണ്ടാവില്ല, അവര് മഅസൂമികളാണ്. ഔലിയാക്കന്മാർ മഹ്ഫൂദികളുമാണ്. അല്ലാത്തവരെടുത്ത് തെറ്റ് വരുമല്ലോ. അതിനെ നമ്മൾ കൊട്ടിപ്പാടി വഷളാക്കുകയല്ലല്ലോ വേണ്ടത്. ഒന്ന് സമാധാനിപ്പിക്കല്ലേ വേണ്ടത്. അല്ലാഹു യുഹിബ്ബു ഫീഹി നുസ്റതഹു, അല്ലാഹുവിന്റെ സഹായം ആഗ്രഹിക്കുന്ന സമയത്തിലുണ്ടല്ലോ, ഇല്ലാ ഖദലഹുല്ലാഹ്, അല്ലാഹു അവനെയും നിസ്സാരമാക്കുന്നതാണ്. കാരണം ഇവൻ അന്ന് ഷഫീനെ വസലാക്കി. എന്നാലോ വമാ മിൻ ഇംരിൻ യൻസുറു മുസ്ലിമൻ ഫീ മൗളിഇൻ യുൻതഖസു ഫീഹി മിൻ ഇർളിഹി വയുൻതഖു ഫീ ഹുർമിൻ ഹുർമതിഹി ഇല്ലാ നസറഹുല്ലാഹു ഫീ മൗതിനിൻ യുഹിബ്ബു നുസ്റതഹു. അവിടെ ഷഫീ ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. അപ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത്. എന്താ പ്രശ്നം? ഷഫീ അവിടെ എത്തിപ്പാളി നോക്കിയിട്ടുണ്ട്, അങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞ് ഷഫീനെ വഷളാക്കാൻ. ഷഫീ അങ്ങനെ ഒന്നും ചെയ്യൂല. ഓ നല്ലോനാണ്. ഓന്റെ വാപ്പാൻ എനിക്കറിയാം, 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്. ഓന്റെ അമ്മാൻ എനിക്കറിയാം, ഓന്റെ കുടുംബം എനിക്കറിയാം, ഓന്റെ ഫാമിലി എനിക്കറിയാം. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളത് വെറുതെ കരുതിയായിരിക്കും. ഷഫീഹെ, എന്റെ പ്രശ്നം ഉണ്ടായത്? ഒന്നുമില്ല ഉസ്താദെ, ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ പോണ സമയത്തിൽ ഒരു കയറിങ്ങനെ കാൽമക്ക് ചുറ്റിയപ്പോ പാമ്പാണെന്ന് കരുതി ഞാൻ അങ്ങോട്ട് ചാടിയപ്പോ, ഞാൻ ചാടിയത് മതിലിന്റെ മുകളിലോട്ട് തല കുറച്ചൊന്ന് പൊന്തി, ഓല് കരുതി ഓലെത്തിപ്പാളി നോക്കിയതാണ്. ഇത്രേ വിഷയൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ തെറ്റുകളും നമ്മൾ കരുതുന്നത് പോലെ ആകില്ല. നമ്മളോട് ആരെങ്കിലും പറഞ്ഞോ ഒരാളെ തെറ്റ് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? പറയും, ഇലാഹായ അല്ലാഹു അല്ലേ. നമ്മൾ ഏൽപ്പിച്ചോ തെറ്റ് കണ്ടുപിടിക്കാൻ? നമ്മളോട് ആരെങ്കിലും പറഞ്ഞോ ഓൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഓൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ഓളത് ചെയ്യുന്നുണ്ടോ, ഓൾ ഇങ്ങനെ ആക്കുന്നുണ്ടോ നോക്കാൻ? നമുക്ക് അല്ലാഹു ഇല്ലേ? നമ്മുടെ റബ്ബ് അത് നോക്കിക്കോളൂല്ലേ. റബ്ബ് 2 മലക്കളെ ഏൽപ്പിച്ചിട്ടില്ലേ, റഖീബിനെ അതീദിനെ. ഓലെ എഴുതിക്കോളൂല്ലേ. നമ്മൾ എന്തിനാ ആ പണിക്ക് നിൽക്കണു? അങ്ങനെ നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന സമയത്തിൽ നമ്മൾ അവിടെ എത്തി. എന്നിട്ട് അവനെ പിടിച്ച് മാറ്റിയിട്ട് അവരോട് പറയാണ്, എന്റെ ഷഫീ അങ്ങനൊന്നും ചെയ്യൂല, നിങ്ങളാരും കരുതിയതുപോലെയല്ല എന്ന് പറഞ്ഞിട്ട് അവനെ ആളുകളുടെ അരികിൽ നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയാൽ എഴുതി വെച്ചോ വലിയുദ്ദീൻ ഫൈലി, നിങ്ങളും എവിടെയെങ്കിലും വഷളത്തരത്തിലാവാൻ നിന്ന് കഴിഞ്ഞാൽ ഇലാഹായ റബ്ബിന്റെ സഹായം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ പാഠം ഇത്. ഒരാൾ വഷളത്തരത്തിലാകുമ്പോൾ അയാളെ ഒന്നുകൂടെ വഷളത്തരത്തിലാക്കാൻ ശ്രമിക്കരുത്. ഒരാൾ വഷളത്തരത്തിലാകുമ്പോൾ അയാൾ ഒന്നുകൂടെ വഷളത്തരത്തിലാക്കാൻ നിന്നാൽ ആ വഷളത്തരത്തിലാക്കിയ ആളെ അല്ലാഹു ഒരു നാളിൽ വഷളത്തരത്തിലാക്കും. ഒരാൾ വഷളത്തരത്തിലാകുമ്പോൾ അയാൾ എങ്ങനെങ്കിലും ആ വഷളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ റഹ്മാനായ റബ്ബ് ഈ വഷളത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളെ
ഏതെങ്കിലും ഒരു സമയത്തിൽ അവൻ വഷളത്തരത്തിലാകുമ്പോൾ അവനെ അല്ലാഹു സഹായിക്കും. ഇതാണ് മഹാനായ ജാബിർ തങ്ങളും അതുപോലെ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവും കൂടെ ഉദ്ധരിച്ച ഈ ഹദീസ് കൊണ്ട് നമുക്ക് നൽകുന്ന പാഠം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹദീസ് നമ്മുടെ മനസ്സ് നിറയെ, നമ്മുടെ ഖൽബ് നിറയെ വേണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇനി അസ്മാഉൽ ഹുസ്നയാണ്. എല്ലാവരും അസ്മാഉൽ ഹുസ്ന എൻ്റെ കൂടെ ചൊല്ലണേ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാവരും ഒപ്പം ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരുടെ അതായത് ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദുആ കൊണ്ട് നമ്മുടെ ഏൽപ്പിച്ച വിളിച്ചു പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ദ്വാരക്കണം എന്ന്. ആ ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവാനും അതേപോലെ തന്നെ ഈ വിശുദ്ധമായ സ്ഥാപനത്തിലേക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സ്വതക്കകൾ അല്ലാഹു സ്വീകരിക്കുവാനും അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കുവാനും എല്ലാം നിയത്ത് ചെയ്തുകൊണ്ട് അസ്മാഉൽ ഹുസ്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدع يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله. ഇനി ആ ബൈത്തിനെ 3 തവണ എല്ലാവരും ഒപ്പമായിട്ട് ചൊല്ലിക്കോളൂ. യാ അല്ലാഹു യാ അല്ലാഹ് ഫർജ്നാ മിൻ വബാ يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من وباء
യാ അല്ലാഹു യാ അല്ലാഹ് ഫർഹനാ ബിന്നൂബ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് ഫർജ്നാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹ് ഫർഹനാ ബിന്നൂബ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. എല്ലാവരും അവരവരുടെ മുമ്പിൽ വെച്ച വെള്ളം, കാരക്ക, അതുപോലെ മരുന്ന്, അതുപോലെ തന്നെ ദിവസേന കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ മന്ദിരിച്ചൂതണം. അതുപോലെ രണ്ട് കൈകളിലേക്കും എല്ലാവരും മന്ദിരിച്ചൂതണം. എന്നിട്ട് കൈ എത്തുന്ന വിധ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് തടവിക്കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തും സന്തോഷവും അല്ലാഹു നമ്മുടെ കുടുംബത്തിലും അല്ലാഹു നമ്മുടെ ജീവിതത്തിലും എല്ലാം അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം റഹ്മാനായ കരുണക്കടലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി മനസ്സിനും ശരീരത്തിനും അല്ലാഹു റാഹത്തിനെയും സന്തോഷത്തിനെയും അല്ലാഹു പ്രദാനം ചെയ്തു തരട്ടെ. ഒന്നാമത്തെ ദുആ പ്രിയപ്പെട്ട ഉസ്താദ് നൂറെ അജ്മീർ ഉസ്താദ് അവർക്ക് വളരെ പ്രയാസകരമായിട്ടാണ് ഇത് എഴുതുന്നത്. ഞാൻ മദ്രസയിലും പള്ളിയിലുമായി ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 12 വർഷത്തോളമായി ഒരു ഭാഗം കുഴഞ്ഞു വരികയും വേദനയും വിറയലും മറ്റു പ്രയാസങ്ങളും നേരിടുകയാണ്. ഇപ്പോൾ 4 വർഷമായി ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഡോക്ടർമാരെ കാണിച്ചെങ്കിലും രോഗം കണ്ടുപിടിക്കുകയും അവർ രോഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പാർക്കിൻസൺസ് എന്ന രോഗമാണെന്ന്. ഇപ്പോൾ സ്വയം ഒന്നിനും സാധിക്കാത്ത അവസ്ഥയാണ്. ഒരുപാട് മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ ഉസ്താദ് ദുആ ചെയ്യണം. ഉസ്താദിന്റെ നൂറെ അജ്മീറിൽ അദ്കാറുസ് സബാഹിൽ കരഞ്ഞുകൊണ്ട് ഞങ്ങളും ഇരിക്കാറുണ്ട്. പ്രതീക്ഷിക്കുന്നു ദുആ എന്ന് ഇബ്രാഹിം മുസ്ലിയാർ. പാവം പടച്ചോനെ, പൊന്നാര റബ്ബേ, കരുണക്കടലായ റബ്ബേ, ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹു. അങ്ങനെ എത്ര പേരാണെന്നറിയോ ഈ മജ്‌ലിസിൽ കരഞ്ഞുകൊണ്ട് ഈ മജ്‌ലിസിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അല്ലാഹു അവരുടെ വിഷമങ്ങൾ അല്ലാഹു തീർക്കട്ടെ. എല്ലാ ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരവരുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ലിങ്കിനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ ഒരാൾ ചൊല്ലിയാൽ അതിനും കൂടെ പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുമല്ലോ. മജ്‌ലിസിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിനും കൂടെ ഒരു കാരണം നമുക്ക് കിട്ടുമല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അതുപോലെ ഒരാൾ 1100 രൂപ സീറ്റിടുന്ന വിഷയത്തിലേക്കും 1000 രൂപ സീറ്റിടുന്നതിലേക്കും 100 രൂപ മക്കളുടെ ഭക്ഷണത്തിലേക്കും നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, ആ സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങൾ നീ അകറ്റണേ അല്ലാ. ആമീന. ഉൽപ്പങ്കടവുള്ള ഒരു 1000 രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, ഈ സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഉമ്മാന്റെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും നീ കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ ഞാൻ നൂറെ അജ്മീർ കുടുംബത്തിൽപ്പെട്ടയാളാണ്. എന്നും കാണാറുണ്ട്. എൻ്റെ മകൾ വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു കല്യാണം ശരിയാവാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. മക്കളെ ഭക്ഷണത്തിലേക്ക് ഒരു 500 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. എനിക്ക് കാൽവേദനയും മുട്ടുവേദനയും ഉരവേദനയും ഒക്കെ ഉണ്ട്. അല്ലാഹുവേ, ശിഫ കൊടുക്കണേ അല്ലാ. ഞാൻ ഖാജാന്റെ പേരിൽ ഒരു ഖത്തം ഓതിയിട്ടുണ്ട്. എൻ്റെ മകളുടെ തൊണ്ടയിൽ എന്തോ തങ്ങി നിൽക്കുന്നത് പോലെ അതൊക്കെ സുഖമാവാൻ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ കുടുംബത്തിൽപ്പെട്ട ആ പൊന്നുമോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നീ നടത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹുവേ. അതേപോലെ തന്നെ കല്യാണം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് നമ്മുടെ നൂറെ അജ്മീർ കുടുംബത്തിൽപ്പെട്ടവരുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളുമായി. അല്ലാഹു അവർക്കൊക്കെ നല്ല വിവാഹബന്ധം എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അതുപോലെ കൂളിമാട് ഫാത്തിമ എന്നവര് ദുആ ചെയ്യാൻ, മരിച്ചുപോയ മുഹമ്മദ് എന്ന ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 1000 രൂപ നമ്മുടെ
സ്ഥാപനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ഈ സദഖാനെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ, ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ നീക്കിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ മരിച്ചുപോയ ഉപ്പാന്റെ ഹദറത്തിലേക്ക് അതിന്റെ സവാബിനെ നീ എത്തിക്കണേ അല്ലാ. അതുപോലെ തന്നെ സാബിറ എന്ന് പറയുന്ന കായലത്തുള്ള ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാണ്, പൊതു മുസ്ലിമാണ്. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കണേ അല്ലാ. ഒരു 800 രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവർ നൽകിയിട്ടുണ്ട്. അവരും നമ്മുടെ നൂറെ അജ്മീർ കുടുംബത്തിൽപ്പെട്ടവരാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീ തീർത്തു കൊടുക്കണേ അല്ലാഹുവേ. റാഹത്തും സന്തോഷവും നീ കൊടുക്കണേ അല്ലാഹുവേ. അതുപോലെ ആയിഷക്കുട്ടി കൂളിമാട് ആങ്ങളയുടെ മകളുടെ കല്യാണം ശരിയാവണം ഉസ്താദേ. 1000 രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവർ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ഈ കായി സ്വതക്കയുടെ ഫضല് കാരണമായി അവരുടെ മാങ്ങളയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നീ കഴിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീക്കി അവരുടെ കുടുംബത്തിൽ നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അതേപോലെ ഹംസക്കോയ കോടിയമ്മല് മരിച്ചുപോയ ഉപ്പ അബൂബക്കർ എന്നവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവര് 3000 രൂപ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളുടെ ഭക്ഷണത്തിലേക്ക് ഇന്ന് അവരുടെ ഭക്ഷണമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവൻ ഇന്ന് മക്കൾ കഴിക്കുന്ന ഉച്ചകത്തെ ഭക്ഷണം അവരുടേതാണ്, സ്വീകരിക്കണേ അല്ലാഹുവേ. റഹ്മാനായ റബ്ബേ അതിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ മരിച്ചുപോയ ഉപ്പാന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. അതോടൊപ്പം അവരുടെ ഇളയച്ചിയുടെ അസുഖം മാറണം, അതിനുവേണ്ടി നേർച്ചയാക്കിയതാണ്. ഒരു ചെറിയൊരു രോഗമുണ്ട്. പടച്ചവനെ എന്താണെങ്കിലും നിനക്കറിയാമല്ലോ അല്ലാഹുവേ. അത് കാറുസ്സബാഹിന്റെ കറാമത്ത് കൊണ്ട് അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹുവേ. റംല ഫറൂഖ് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നേൽപ്പിച്ച് ഒരു 450 രൂപ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ആ റംലയുടെ ജീവിതത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അവരുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ നീക്കി റാഹത്ത് കൊടുക്കണേ അല്ലാ. അതേപോലെ തന്നെ ഒരാൾ പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എൻ്റെ മനസ്സ് വല്ലാത്ത വിഷമത്തിലാണ്. കാരണം എൻ്റെ ഉപ്പ ഒരു മാനസികമായി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ആദ്യം കൊറോണ വന്ന് ഓക്സിജന്റെ അളവ് കുറഞ്ഞു. അത് കാരണം 14 ദിവസം ഐസിയുലായിരുന്നു. ഇപ്പോഴും ഓക്സിജന്റെ അളവ് ശരിയായിട്ടില്ല. പിന്നെ മൂത്രത്തിൽ തടസ്സവും ക്ഷീണവുമാണ്. ഈ അസുഖങ്ങളെല്ലാം സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി പോരാൻ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹുവേ അത് കാറുസ്സബാഹിന്റെ കറാമത്തുകൊണ്ട് ആ ഉപ്പാന്റെ എല്ലാ പ്രയാസങ്ങളും നിനക്കറിയാമല്ലോ. പടച്ചവനെ ആ പ്രയാസങ്ങൾ കൊടുത്തവൻ നീയാണല്ലോ. ആ പ്രയാസം അകറ്റാൻ നിനക്കൊരു പ്രയാസവും ഇല്ലല്ലോ. അല്ലാഹു എല്ലാ വശവും നീ തീർത്തു കൊടുക്കണേ അല്ലാ. കക്കോ ഫാത്തിമ എന്നവരുടെ അസുഖം മാറാൻ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. ആമിന എന്നവരുടെ മകന്റെ കല്യാണം നടക്കാൻ അല്ലാഹുവേ കല്യാണം നടത്തി കൊടുക്കണേ അല്ലാ. പടച്ചവൻ എല്ലാ പ്രയാസങ്ങളും നീക്കി എത്രയും പെട്ടെന്ന് നല്ലൊരു വിവാഹം അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ അവരുടെ ചെറിയ മകന്റെ കിട്ടാനുള്ള പൈസ എത്താൻ അല്ലാഹുവേ ഒരു സംഖ്യ 500 രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ആ സദഖാനെ നീ സ്വീകരിക്കണേ അല്ലാ. അതിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം തീർക്കണേ അല്ലാ. ഉസ്താദേ മകന്റെ രാത്രി ഉറക്കത്തിലുള്ള പേടി കരച്ചിൽ മാറാൻ, പഠിപ്പിലുള്ള ബുദ്ധി വർദ്ധിക്കാനും മറവി മാറാനും, ഉമ്മയുടെ ബ്ലീഡിങ്ങും വയറുവേദനയും മാറാനും, ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടാനും ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. മക്കളുടെ ഭക്ഷണത്തിലേക്ക് 1000 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ സ്വതക്കയുടെ ഫضല് കൊണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം നീ തീർത്തു കൊടുക്കണേ അല്ലാ. റാഹത്തും സന്തോഷവും നീ നൽകണേ അല്ലാ. അതേപോലെ തന്നെ നമ്മുടെ മജ്ലിസിൽ ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നലത്തെ നമ്മുടെ മജ്ലിസിലൊക്കെ വളരെ പ്രയാസത്തോടുകൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് മുത്തുമുഅ്മിനീങ്ങളുണ്ട്. ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഒരു ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം എന്നേൽപ്പിച്ച്
ഒരു സംഖ്യ ഈ വിശുദ്ധമായ സ്ഥാപനത്തിലേക്ക് ദുആ ചെയ്തിട്ടുണ്ട്. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ അൽഹംദുലില്ലാഹ് 1000 രൂപ ഈ വിശുദ്ധമായ സ്ഥാപനത്തിലേക്ക് അവർ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, നമ്മളെ സിറാജ് അസ്ഹരി ഉസ്താദ് അവർകൾ അല്ലാഹുവേ ആ സ്വതഖയെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ, ആ സ്വതഖയെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർക്കണേ അല്ലാഹുവേ, റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാഹുവേ. എല്ലാ വിഷമത്തിൽ നിന്നും ആ കുടുംബത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. അതേപോലെ തന്നെ ഒരു മരിച്ചുപോയ മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു ഉപ്പച്ചി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു +1 പഠിക്കുന്ന സമയത്തിൽ മരിച്ചുപോയ ഒരു പൊന്നുമോളുണ്ട്. ആ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ മജ്ലിസിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഫോട്ടോ അയച്ചു തന്നിരുന്നു. പടച്ചവനെ, ആ ഉപ്പാന്റെ വോയിസ് കേട്ടാൽ സങ്കടപ്പെട്ടു പോകും. പടച്ചവൻ എന്ത് പ്രയാസമാണെങ്കിലും പടച്ചവനെ ആ കുട്ടിയുടെ ആ കുഞ്ഞുമോളെ ഖബറിനെ നീ വിശാലമാക്കണേ അല്ലാഹുവേ, ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ. ആ കുഞ്ഞുമോൾക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ആ കുഞ്ഞുമോളുടെ പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും പടച്ചവനെ നല്ല ക്ഷമ കൊടുക്കണേ അല്ലാഹുവേ. പ്രത്യേകം ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നീ ഖൈർ കൊടുക്കണേ റബ്ബേ, റാഹത്തും സന്തോഷവും നീ കൊടുക്കണേ അല്ലാഹുവേ. വലിയ വിഷമത്തിലാണ് ഉസ്താദെ, നൂറെ അജ്മീർ കാണുന്നവരാണ്, അവരുടെ വിഷമങ്ങളൊക്കെ നീ തീർക്കണേ അല്ലാഹുവേ. അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രത്യേകം ദുആ ചെയ്യാൻ വളരെ വിഷമത്തോടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവേ, എല്ലാവരുടെയും വിഷമങ്ങൾ കരുണക്കടലായ റബ്ബേ നിനക്കറിയാമല്ലോ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ലാഹുവേ. ഇൻഷാ അല്ലാഹ് മുമ്പ് നിങ്ങൾ ഇതിലേക്ക് അയച്ച നൂറെ അജ്മീർ അഡ്മിൻ ഷക്കീർ ഗഡിയാർ മരിച്ച എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, ആ ഉപ്പാക്കും ഉമ്മാക്കും ആ ഉപ്പായുടെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലോ. പടച്ചവനെ, ഷക്കീർ എന്നവരുടെ ഉപ്പാക്ക് ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലോ. അവരുടെ ഉമ്മയുടെ കാൽവേദന മാറാൻ കാൽവേദന മാറ്റി കൊടുക്കണേ അല്ലോ. മിസ്അബ് റാഫി ദാരിമി ഉസ്താദിന്റെ അളിയന്റെ ഉപ്പാക്കും ഉമ്മാക്കും ദീർഘായുസിന് വേണ്ടി അല്ലാഹുവേ ദീർഘായുസും ആഫിയത്തും ആരോഗ്യം നീ കൊടുക്കണേ അല്ലോ. കുന്നമംഗലത്തുനിന്ന് ഒരു സഹോദരി ഭർത്താവും മകനും നിസ്കരിക്കാനും ഭർത്താവ് വീടി വലിക്കുന്നു, അത് മാറാനും വേറെയും വിഷമങ്ങളുണ്ട്, എല്ലാം മാറുവാൻ അല്ലാഹുവേ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ, റാഹത്ത് കൊടുക്കണേ അല്ലാഹുവേ. ആ പ്രയാസത്തിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഈ മജ്ലിസിൽ വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ അവർക്കൊക്കെ കൊടുക്കണം. അല്ലാഹു ശിഫ നൽകട്ടെ, ആമീൻ. ഒരു സഹോദരി മകളെ കുടിരിക്കലുണ്ട്, ഒരു കുറി ഉണ്ട്, അത് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. മക്കളെ കുടിരിക്കൽ എന്ന് പറഞ്ഞാൽ ഉമ്മമാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും. പഠിച്ചോനെ അല്ലാഹുവേ, ആ കുറി എത്രയും പെട്ടെന്ന് നീ അടിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് റാഹത്തും സന്തോഷം നീ കൊടുക്കണേ അല്ലാഹുവേ. ഒരു സഹോദരി ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാഹുവേ. ദർസ് സീറ്റിടാൻ വേണ്ടി അബൂബക്കർ കരയ 500 രൂപ അയച്ചിട്ടുണ്ട്. അദ്ദേഹം 500 രൂപ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അൽഹംദുലില്ലാ, പടച്ചവനെ കബൂൽ ചെയ്യണേ അല്ലാഹുവേ. ഇൻഷാ അല്ലാഹ് ആ സീറ്റിടലിന്റെ ഫോട്ടോ ഞാൻ എടുക്കാൻ എല്ലാവർക്കും അത് കണ്ട് സന്തോഷിക്കാലോ. അൽഹംദുലില്ലാ, അന്ന് ഇവിടെ പടർമൊന്നും കക്കുവൊന്നും ഒക്കെ ഒരു 2 ആൾ വന്നിട്ടുണ്ട്. പടച്ചവനെ, ആ പുഞ്ചപ്പാടം പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹുവേ. അല്ലാഹു കബൂൽ ചെയ്യണേ തമ്പുരാനെ. അതുപോലെ തന്നെ നൂറെ അജ്മീർ കുടുംബമാണ് 40 ദിവസം നേർച്ചയാക്കി കാണുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി കുട്ടികളില്ല. ഭർത്താവ് നിസ്കാരം കുറവാണ്. ഭർത്താവിന് ഒരുപാട് കടങ്ങളുണ്ട്, അതെല്ലാം മാറുവാനും ഒരുപാട് വിഷമങ്ങളുണ്ട്, അതെല്ലാം മാറിക്കിട്ടാൻ അല്ലാഹു എല്ലാ വിഷമവും നീ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. എല്ലാവരുടെ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാഹുവേ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു സഹോദരന്റെ വീട്ടിൽ ചിക്കൻ ബോക്സ് ആണ്. ആ ചിക്കൻ ബോക്സ്, അതായത് നമ്മളെ ചപ്പൾ എന്നാണ് അത് ഇനി ആർക്കും ഇല്ലാതിരിക്കാൻ അല്ലാഹു ഈ മജ്ലിസിൽ വെച്ച ആ വെള്ളമുണ്ടല്ലോ, അതെല്ലാവരും കുടിക്കണം ഇൻഷാ അല്ലാഹ്. ഒരാൾക്കും അസുഖം ഉണ്ടാവില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. റംസീന കാലറ 8 മാസം ഗർഭിണിയാണ്. സുഖപ്രസവത്തിന് വേണ്ടി ഹാജാ തങ്ങളുടെ പേരിൽ എന്നും ഒരു 21 ഫാത്തിഹ ദിവസം മോദി വെള്ളത്തിലൂതി കുടിക്കണേ. അല്ലാഹു അതിന്റെ ബർക്കത്തുണ്ട്. സുഖപ്രസവം അല്ലാഹു നൽകട്ടെ. മഞ്ചേരിയിൽ നിന്ന് നൂറെ അജ്മീറിലെ കുടുംബമാണ്. 40 ദിവസം പങ്കെടുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. 3 ലക്ഷം രൂപ കടമുണ്ട്. ആ വിഷമത്തിലാണ്. അല്ലാഹുവേ, ആ കടം നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹുവേ. നിന്റെ ഖജനാവിൽ എടുത്താ തീരാത്ത മുതലുണ്ടല്ലോ, പടച്ചോനെ നീ അത് വീട്ടിൽ കൊടുക്കണേ അല്ലാഹുവേ. ഒരു സഹോദരൻ നൂറെ അജ്മീർ കുടുംബമാണ്. ഒരുപാട് വർഷങ്ങളായി ഞങ്ങളെ കുടുംബം തമ്മിൽ പിണക്കത്തിൽ ആണ്. പടച്ചവനെ, ആ പിണക്കം ഈ നൂറെ അജ്മീർ അദ്കാറു സബാഹിന്റെ കറാമത്ത് കൊണ്ട് നീ നീക്കി കൊടുക്കണേ അല്ലാഹുവേ. ഒരു സഹോദരൻ നൂറെ അജ്മീർ കുടുംബമാണ്. എനിക്കൊരുപാട്
ഒരു വീട് പണി തുടങ്ങാൻ പോലും വളരെ പ്രയാസത്തിലാണ്. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് അവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ. ഖാജാന്റെ പേരിൽ ഒരു ഖത്തം ഓതണം അവര്. അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ. വീടില്ലാത്തവർ മുഴുവനും ഖാജാന്റെ പേരിൽ ഒരു ഖത്ത് ഓതണം. ഇൻഷാ അല്ലാഹ് അവർക്ക് വീടുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സഹോദരി, എൻ്റെ സഹോദരൻ കഞ്ചാവിൻ്റെയും ഹാൻസിൻ്റെയും അടിമയാണ്. ആ സ്വഭാവം മാറാൻ വേണ്ടി അവൻ മരുന്ന് കുടിക്കുന്നുണ്ട്. അല്ല, നോക്കിയാ നിങ്ങൾ, ആ സ്വഭാവം മാറാൻ വേണ്ടി അവൻ മരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പം അത് മാറണം എന്ന് ഈറ്റിങ്ങൊക്കെ പാവം. ഈറ്റിങ്ങളെ ആരും കുറ്റപ്പെടുത്തും. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇവരെ നമ്മളിങ്ങനെ ആക്ഷേപിക്കുക. നമ്മൾ ആക്ഷേപിക്കുമ്പോഴാണ് അവർക്ക് ടെൻഷൻ കൂടി അവൾ പലതും ചെയ്യുന്നത്. അവരെ നമ്മൾ കൂടെ കൂട്ടണം. അവിടെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. എന്നിട്ട് അവർക്ക് ഇതിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അതിന് അവസരം കൊടുക്കൂല എന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഓനെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടു, ഓനെ മഹല്ലത്ത് നിന്ന് ഒഴിവാക്കിയിട്ടു, ഓനെ അങ്ങനെ ആക്കിയിട്ട് അതല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഓലെ കൂടെ കൂട്ടുക, എന്നിട്ട് ഓരോട് നല്ലത് പറഞ്ഞു കൊടുക്കുക. അതല്ല മുത്തിനബിതങ്ങൾ ഓരോരുത്തരാണ്ട് ഒഴിവാക്കിയെങ്കിൽ ആരാപ്പോൾ ഇവിടെ ഉണ്ടാകുക? അങ്ങനത്തെ പോലെ എടുത്തുകല്ലേ നബി അങ്ങോട്ട് ചെന്ന് ഓല അങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ, ഓലെ സ്വീകരിച്ചതല്ലേ. അതാണ് ചെയ്യേണ്ടത്. അവരെ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിവാക്കണം. അവരെ കൂടെ കൂട്ടണം, അവരെ സ്നേഹിക്കണം, അവരെ നാം പുറന്തള്ളരുത്. എന്നിട്ട് അവരോട് അദ്കാറു സ്വബാഹ് ചൊല്ലിപ്പിക്കണം. എഴുന്നേറ്റോടെന്ന് പറയണം, ഇരുത്തണം അവരെ മുമ്പിൽ. ചൊല്ലിക്കൊടു കുഞ്ഞാ, എൻ്റെ അസുഖം മാറും എന്ന് പറയണം, നീ എൻ്റെതാണെന്ന് പറയണം. മനസ്സിലായിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലാഹു സമാധാനം നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ചൊല്ലി അവസാനിക്കുമ്പോൾ എൻ്റെ മകൻ ഖൈറായി, നന്നായി, റാഹത്തായി എന്ന് പറയാൻ ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കോട്ടക്കൽ നിന്ന് ഈ അടുത്ത് എനിക്കൊരു പരീക്ഷ നടക്കാനുണ്ട്. അല്ലാഹു അതിനി റാഹത്തായി പാസ്സാക്കി കൊടുക്കണേ റബ്ബേ. കിശേരിൽ നിന്നൊരു സഹോദരി നാളെ കുറിയുണ്ട്, അത് ലഭിക്കാൻ അല്ലാഹു എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. ഒരു സഹോദരി അവരൊക്കെ ഖാജാന്റെ പേരിൽ ഖത്തോന്നണേ. ഒരു സഹോദരി ഭർത്താവിൻ്റെ വിസ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. ദുഹറ എന്ന സഹോദരി മക്കൾ നന്നാവാനും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന നല്ല മക്കളാവാൻ അല്ലാഹു നല്ല കുഞ്ഞുമക്കളാക്കി കൊടുക്കണേ റബ്ബേ. ഒരു സഹോദരി ഉപ്പയുടെ സ്വഭാവം നന്നാവാൻ, നിസ്കരിക്കാനും സ്ഥിരമായൊരു ഹലാലായ ജോലി ശരിയാവാനും ജോലി ശരിയാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഗൾഫിൽ നിന്നൊരു സഹോദരൻ ഒരാഴ്ച മുന്നേ ഉംറക്ക് പോയിരുന്നു. അതിനുശേഷം തീരെ സുഖമില്ല, നല്ല ചുമയുണ്ട്, ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അതൊക്കെ ഒരു പരീക്ഷണമാണ്. അല്ലാഹുവേ അത് മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. പഠിച്ചവൻ അത് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. റാഹത്തും സന്തോഷവും നീ കൊടുക്കണേ അല്ലാഹുവേ. എല്ലാവിധ ഖൈറും നീ കൊടുക്കണേ അല്ലാഹുവേ. മനസ്സിലായില്ല? ഇതൊരു പരീക്ഷണമാണ്. ഒരു സഹോദരൻ പരീക്ഷയിൽ വിജയിക്കാനും ജോലി ശരിയാവാനും അല്ലാഹുവേ പരീക്ഷയിൽ വിജയിച്ച് ജോലി ശരിയാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഒരു സഹോദരൻ, എൻ്റെ വല്യമ്മ നഫീസ എന്നവർക്ക് തീരെ സുഖമില്ല, എൻ്റെ മകൻ ഹാഫിളാവാനും അല്ലാഹുവേ ആ നഫീസ എന്ന ഉമ്മാക്കിൻ്റെ അസുഖം നീ ശിഫ കൊടുക്കണേ അല്ലാ. അവരുടെ മകനെ ഹാഫിളാക്കണേ അല്ലാ. ഫാത്തിമയും ജമീലയും എന്ന സഹോദരിമാർ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ അല്ലാഹുവേ. അതുപോലെ പലരും ദുആ ചെയ്യാൻ വേണ്ടി എൻ്റെ വാട്സാപ്പിലേക്ക് പല ആളുകളും കാലിൻ്റെ ചൊറിച്ചിൽ മാറാൻ ദുആ ചെയ്യണം ഉസ്താദേ. അല്ലാഹുവേ ആ കാലിൻ്റെ ചൊറിച്ചിലൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. അതുപോലെ തന്നെ എൻ്റെ ഫോണിലേക്ക് ഈ നൂറേജ്മീർ കഴിയുമ്പോൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. എന്ന് വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണേ, നൂറേജ്മീർ കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റ് നേരം വിളിക്കരുത്. കാരണം ആ 10 മിനിറ്റ് സമയം ദുഹാ നിസ്കരിക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞു ടൈമാണ്. ആ സമയത്ത് വിളിച്ചാൽ ഞാൻ എടുക്കും. അപ്പം വിളിക്കുന്ന ആളുകൾ എന്ത് പിരാവും, ഈ മൂല്യാർ 8 മണി മുതൽ 10 മണി വരെ വിളിക്കാൻ പറഞ്ഞിട്ട് ഈ മൂല്യാർ എടുക്കണില്ലല്ലോ എന്നാരും തെറ്റിദ്ധരിക്കരുതേ. കാരണം വെച്ചാൽ ഈ സമയം, അതായത് ഒരു ദുഹാ കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റ് നേരം നമ്മളെല്ലാവരും ചെയ്യണം കേട്ടോ. ദുഹാ നിസ്കരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ദുഹാ നിസ്കരിക്കണം. ദുഹാ എന്നുള്ളത് നമ്മുടെ 360 കെണുപ്പുകൾക്കും സ്വതക്ക ചെയ്യുകയാണ്. അത് ചെയ്യാതിരിക്കരുത്. ആ ഒരു സമയം ഒരു 10-15 മിനിറ്റ് നേരം. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിളിച്ചോളൂ. അതായത് എൻ്റെ നമ്പർ നിങ്ങൾക്ക് ആ സ്ക്രീനിലൂടെ കാണാൻ പറ്റും അല്ലേ? അത് കാണാൻ പറ്റും, നിങ്ങളെ വിളിച്ചോളൂ. കാരണം വെച്ചാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സഹോദരിമാരെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാനും അദ്കാറു സ്വബാഹ് ചൊല്ലിയതാണ്, നിങ്ങളും അദ്കാറു സ്വബാഹ് ചൊല്ലിയതാണ്. ഞാനും നല്ലവരാണ്, നിങ്ങളും നല്ലവരാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ഒരു ശൈത്വാൻ ഉണ്ടാകും. ആ ശൈത്വാനെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് മാക്സിമം നമ്മുടെ വീട്ടിലുള്ള മക്കളെ കൊണ്ട് വിളിപ്പിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ട് വിളിപ്പിക്കാൻ, പ്രയാസങ്ങളൊക്കെ പറയാൻ ഭർത്താക്കന്മാരെ കൊണ്ട് വിളിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ആൺമക്കളെ കൊണ്ട് വിളിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പക്ഷെ ആരും തെറ്റുകാരല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനും നിങ്ങളൊക്കെ നല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധ ഇസ്ലാം മുസ്ലിമീങ്ങളാണല്ലോ, നമ്മളും തെറ്റ് ചെയ്യൂല. എന്നാലും നമ്മുടെ ഇടയിൽ ആരുണ്ടാവും? ശൈത്വാന്മാരുണ്ടാവും. പഠിച്ചോൻ അല്ലാഹു അവൻ്റെ ശൈത്വാൻ്റെ ഷർറിനെ തൊട്ടല്ലാഹു നമ്മളെല്ലാവരും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഖാജ ഇഷ്ടപ്പെടുന്നൊരു കുടുംബമാണ്. ഇതൊരു ഖാജാന്റെ കുടുംബമാണ്.
അപ്പൊ ഹാജ് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പൊന്നാര റബ്ബേ, ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്നിട്ട് നാളെ മഹ്ശറിൽ ഹാജാന്റെ കയ്യും പിടിച്ച് ഹബീബാ നബി തങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും ദ്വാരക്കണേ ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങൾക്കും ദ്വാരക്കും, നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നിങ്ങൾ ദ്വാരച്ചുകൊണ്ട് ഏൽപ്പിച്ചതിനൊക്കെ ഞാനും ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ എല്ലാ ഫർള് നിസ്കാരത്തിന്റെ ശേഷവും ഒരു തവണ അസ്മാഉൽ ഹുസ്ന